أعوذ بالله من الشيطان الرجيم. بسم الله الرحمن الرحيم. قل اللهم مالك الملك تؤتي الملك من تشاء وتنزع الملك ممن تشاء وتعز من تشاء وتذل من تشاء بيدك الخير إنك على كل شيء قدير. സ്നേഹമുള്ള സഹോദരന്മാരെ, സഹോദരിമാരെ, സകല പ്രപഞ്ചങ്ങളും സൃഷ്ടിച്ച് സംരക്ഷിച്ച് പരിപാലിച്ചു കൊണ്ടിരിക്കുന്ന ഏകനായ അള്ളാഹുവിൻ്റെ വിധിവിലക്കുകൾക്ക് വിധേയമായി ജീവിതത്തിലെ വ്യക്തിപരവും കുടുംബപരവും സാമൂഹികവുമായ എല്ലാ മേഖലകളിലും യഥാവിധി തഖ്വ പാലിക്കുവാൻ, യഥാർത്ഥ മുത്തഖികളായി ജീവിതം നയിക്കുവാൻ എന്നെയും നിങ്ങൾ ഓരോരുത്തരെയും ആദ്യമായി വസിയത്ത് ചെയ്യുകയാണ്, ഉപദേശിക്കുകയാണ്. നമ്മുടെ ഇഹപര ജീവിത വിജയം തഖ്വാബോധവുമായി ബന്ധപ്പെട്ട് നിൽക്കുന്നു. പടച്ച തമ്പുരാൻ അവൻ്റെ മുത്തഖികളായ ദാസന്മാരിൽ ഉൾപ്പെടുത്തി നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ. ഖുൽ, പറയൂ, പ്രാർത്ഥിക്കൂ. അല്ലാഹുമ്മ, അല്ലാഹു, മാലിക്കൽ മുൽക്ക്, സകല ആധിപത്യങ്ങളുടെയും അധിപനായ അല്ലാഹു, തുത്തിൽ മുൽക മൻ തശാ, നീ ഇച്ഛിക്കുന്നവർക്ക് നീ ആധിപത്യം നൽകുന്നു. വതൻസിഉൽ മുൽക്ക്, നീ അധികാരത്തെ ഊരിയെടുക്കുന്നു. മിമ്മൻ തശാ, നീ ഇച്ഛിക്കുന്നവരിൽ നിന്ന്. വതുഇസ്സു മൻ തശാ, നീ ഇച്ഛിക്കുന്നവരെ വാഴ്ത്തുന്നു. വതുദില്ലു മൻ തശാ, നീ ഇച്ഛിക്കുന്നവരെ വീഴ്ത്തുന്നു. ബിയദിക്കൽ ഖൈർ, സർവ സൗഭാഗ്യങ്ങളും നിന്റെ കയ്യിലല്ലോ. ഇന്നക അലാ കുല്ലി ഷൈഇൻ ഖദീർ, നിശ്ചയം നീ തന്നെയാണ് സകലതിനും കഴിവുള്ളവൻ. പ്രാർത്ഥനയാണ്. പ്രതീക്ഷാപൂർവം ഈ നിമിഷങ്ങളിൽ നമ്മുടെ മനസ്സിൽ നമ്മൾ ചേർത്ത് വെക്കേണ്ട ഏറെ മഹത്തരമായ പ്രാർത്ഥന സൂറത്തു ആലി ഇമ്രാനിലെ 26-ാമത്തെ സൂക്തമാണ്. ഒന്നും ശാശ്വതമല്ല അല്ലാഹു ഒഴികെ. ഒരു അധികാരവും ഒരു ആധിപത്യവും ഈ ഭൂമിയിൽ ശാശ്വതമായി നിലനിൽക്കുന്നില്ല. അവൻ ഉദ്ദേശിക്കുന്നവർക്ക് അത് നൽകും, ഉദ്ദേശിക്കുന്നവരിൽ നിന്ന് തിരിച്ചെടുക്കും. ഉദ്ദേശിക്കുന്നവർക്ക് അവൻ പ്രതാപം നൽകും, ഉദ്ദേശിക്കുന്നവരെ അവൻ നിന്ദിച്ചു കളയും. സകല അനുഗ്രഹങ്ങളും അവൻ്റെ കരങ്ങളിൽ മാത്രമാകുന്നു എന്നാണ് ലോക ചരിത്രം അതാണ് സാക്ഷ്യപ്പെടുത്തുന്നത്. നിരന്തരമായ വിജയ പരാജയങ്ങളുടെ കൈമാറ്റങ്ങളുടെ കഥയാണ് ലോകത്തിന് പറഞ്ഞുകൊണ്ടേയിരിക്കാനുള്ളത്. പ്രതീക്ഷകൾ ഉണ്ടാവണം സത്യവിശ്വാസിക്ക്. മക്ക ഒരു ഘട്ടത്തിൽ സകല തിന്മകളും നിറഞ്ഞ, ഘനാന്ധകാരം നിറഞ്ഞ, വിശ്വാസവിശുദ്ധി നഷ്ടപ്പെട്ട് സകല അധാർമ്മികതകളും നിറഞ്ഞാടിയ ഒരു സാഹചര്യം മക്കയിലുണ്ടായിരുന്നു. ആ അക്രമ പീഡന മർദ്ദനങ്ങളുടെ പശ്ചാത്തലത്തിലും വിശുദ്ധ ഖുർആൻ മക്കയെ വിളിക്കുന്നത്
വഹാദൽ ബലദിൽ അമീൻ എന്നാണ്. നിർഭയമായ ഈ സുന്ദര നാട് എന്നാണ്. നമ്മുടെ നാടിനെക്കുറിച്ച് നമുക്കുള്ള പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിച്ചുകൂടാ. മതേതരത്വവും ജനാധിപത്യവും സ്നേഹവും സൗഹാർദ്ദവും അനുകമ്പയും കാരുണ്യവും നിറഞ്ഞു നിൽക്കുന്ന ഈ നാടിനെക്കുറിച്ചുള്ള നമ്മുടെ പ്രതീക്ഷകൾ ഒരിക്കലും അസ്തമിക്കാനുള്ളതല്ല എന്ന നിറഞ്ഞ ബോധ്യം നമുക്കുണ്ടാവണം. അത് നിലനിർത്തുവാൻ വേണ്ടി അവസാന ശ്വാസം വരെയും നിലകൊള്ളുക എന്നതാണ് ഈ രാജ്യത്ത് ജനിച്ച് ജീവിക്കുന്ന സകല മനുഷ്യരുടെയും അടിസ്ഥാന ബാധ്യത. അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ലല്ലാഹ് എന്ന നമസ്കാരത്തിൽ തശഹുദിൽ നാം അള്ളാഹുവിൻ്റെ ഏകത്വം സാക്ഷ്യപ്പെടുത്തുമ്പോൾ ചൂണ്ടിപ്പിടിക്കുന്ന ഒരു വിരലുണ്ട്, ചൂണ്ടുവിരൽ. ആ ചൂണ്ടുവിരലിലാണ് ഇന്ന് നമ്മൾ മഷി പുരട്ടുന്നത്. ആ ചൂണ്ടുവിരൽ എന്നും ചൂണ്ടിത്തന്നെ ഇരിക്കണം. അത് ഭരണകൂടത്തെ ഉണർത്താനുള്ള ചൂണ്ടലാണ്. അത് തിന്മകൾക്കെതിരിലുള്ള ശക്തമായ താക്കീതായിരിക്കേണ്ടതുണ്ട്. അനീതിക്കെതിരെ, അവകാശ ലംഘനങ്ങൾക്കെതിരെ, അരികുവൽക്കരണത്തിനെതിരെ ഒരു സമൂഹത്തിൻ്റെ, ഒരു സമുദായത്തിൻ്റെ വിശ്വാസവും സംസ്കാരവും സംരക്ഷിക്കുവാൻ വേണ്ടി എന്നും ചൂണ്ടിപ്പിടിച്ചതാവണം ചൂണ്ടുവിരൽ എന്ന കാര്യം പ്രത്യേകം ഓർത്തിരിക്കണം. നമ്മുടെ സാമൂഹിക ബോധം ഒരു ഇലക്ഷൻ ദിനത്തിൽ മാത്രം ആവേശം കൊള്ളേണ്ട ഒന്നല്ല, മറിച്ച് ഓരോ നിമിഷവും അങ്ങനെ തന്നെ ആവണം. സാമൂഹിക ബോധമുള്ളവരാവണം, സത്യത്തിന് വേണ്ടി നിലകൊള്ളുന്നവരാകണം. നമ്മുടെ പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അത്തരമൊരു ജീവിതമാണ് നമുക്ക് മുമ്പിൽ കാട്ടിത്തന്നത്. ഹിറ ഗുഹയിൽ നിന്ന് സമൂഹ മധ്യത്തിലേക്ക് ഇറങ്ങിത്തിരിക്കുന്ന പ്രവാചകൻ പിന്നീട് ആൾക്കൂട്ടത്തിൽ തന്നെയാണ് നീതിക്ക് വേണ്ടി, അവകാശങ്ങൾക്ക് വേണ്ടി, നന്മയ്ക്ക് വേണ്ടി നിരന്തരം ശബ്ദിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു എന്ന് നമുക്കറിയാം. ഹൽഫുൽ ഫുളൂലിൽ, ഹർബുൽ ഫിജാറിൽ, ഹജറുൽ അസ്വദ് യഥാസ്ഥാനത്ത് സ്ഥാപിക്കുന്നിടത്ത്, അങ്ങനെ ഓരോ സന്ദർഭത്തിലും സമൂഹത്തിനിടയിൽ ആ ജീവിതം നിലകൊണ്ടിരുന്നു. അതിനാൽ ഇന്നത്തോടെ അവസാനിക്കേണ്ടതല്ല നമ്മുടെ സാമൂഹിക ബോധം, മറിച്ച് ഇന്നു മുതൽ ആരംഭിക്കേണ്ടതും നിലനിർത്തേണ്ടതുമാണ് എന്ന തിരിച്ചറിവ് നമുക്കുണ്ടാവണം. ഒരു ഭരണകൂടത്തെ തിരഞ്ഞെടുക്കുമ്പോൾ തീർച്ചയായും അത് വളരെ ഗൗരവതരമായ ഒരു തിരഞ്ഞെടുപ്പാണ്. നാം മനസ്സിലാക്കുന്ന, നാം ഉൾക്കൊള്ളുന്ന ആ നന്മകൾക്ക് വേണ്ടി തന്നെയാണോ അവർ നിലകൊള്ളുന്നത് എന്ന നിതാന്ത ജാഗ്രതയിൽ നാം കഴിച്ചുകൂട്ടേണ്ടിയിരിക്കുന്നു. അല്ലാഹു സുബ്ഹാനഹു വ തആല ധീരമായ നിലപാടുകളുമായിട്ട് സത്യത്തിനും നീതിക്കും വേണ്ടി നിലകൊള്ളുന്നവരായി മാറുവാൻ നമ്മെ അനുഗ്രഹിക്കുമാറാവട്ടെ.